നമ്മളിങ്ങനെ ചിക്കൻ പൊരിക്കാനായിട്ട് നമ്മൾ മുളക് പൊടി ഒക്കെ ഇടയാണ്. ആദ്യം കാശ്മീരി മുളക് പൊടി ഇട്ട് ഉണ്ടാകും. നമ്മൾ കുറച്ച് എരിവുള്ള പൊടിയും കൂടെ ഇടയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ മഞ്ഞപ്പൊടി ഇട്ടില്ലേ, മസാല ഇട്ടില്ലേ, കുറച്ച് മസാല, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് തൈര് ഒഴിക്കണം, കുറച്ച് തൈര്, കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാൻ പോകുന്നു, ഉപ്പിട്ടില്ലല്ലേ, ഉപ്പിട്ടില്ലല്ലേ, കുറച്ച് ഉപ്പ് ഇതുപോലെ മല്ലിയല്ലേ. അപ്പം ഗൈസ്, നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ പോണതും ചിക്കൻ പൊരിക്കണതും എല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ മല്ലിയെല്ലാം എടുത്തുകൊണ്ട് വരണം ഗൈസ്. കഴുകാൻ പോകുകയാണ്. ഇങ്ങോട്ട് കാണിക്കല്ലേ, സംഗീതം അതിൽ തന്നെ കാണിച്ചോളേ, എല്ലായിടത്തും കാണിക്കാം. കഴുകി എടുക്കുന്ന വീഡിയോ എടുക്കാം. കമ്പൊക്കെ മാറ്റിക്കളയാം. നാളെ പെരുന്നാളാണ്, അതുകൊണ്ട് നമ്മളൊന്ന് ചിക്കൻ വയ്ക്കാൻ പോവുകയാണ്. അടിപൊളി ഇല്ല തൈരൊക്കെ ഒഴിച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കനാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചിക്കനാണ്. ചിക്കൻ പൊരിക്കുക, ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറി വെച്ചതും. ചിക്കൻ കറി വയ്ക്കാൻ നമ്മളത് പുരട്ടിയൊക്കെ വെച്ചേക്കാണ്. ഇനി നമ്മളിൽ കുറച്ച് ചതച്ചത് കൂടെ ചേർക്കും, ചതച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞാണ് വെച്ചിരുന്നത് മക്കളെ. നമ്മളിപ്പോൾ മറന്നുപോയില്ലേ, മറന്നുപോയി. ഇനി ഇതൊന്ന് കുഴയ്ക്കുകയാണേ, കുഴയ്ക്കാം. ഇത് എല്ലാവരും ഞങ്ങൾ ചിക്കൻ കുഴയ്ക്കുന്നതും എന്നും ആളുകൾ പറയും നമ്മൾ ഉണ്ടാക്കണ കാണിക്കില്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി നമ്മൾ പെരട്ടണയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. നമുക്കിനി ഇതിൽ കുറച്ച് ഇഞ്ചി ഇത് ചേർക്കണം, അത് ചതച്ച് ചേർക്കണം. നമ്മൾ വീഡിയോ എടുക്കാൻ ഇഞ്ചി ചതക്കണ കാര്യം നമ്മൾ മറന്നുപോയി. ഇഞ്ചി ചേർക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചതച്ച് നീ കൂടെ നമ്മൾ ചേർക്കും. നമ്മൾ അത് മറന്നുപോയി, എല്ലാം അരിഞ്ഞാണ് വെച്ചിരുന്നത്. അങ്ങനെ മക്കളെന്താ. അപ്പം ഗൈസ്, നമ്മൾ നല്ല വരണ്ട് വന്നിട്ടുണ്ട്, നല്ല കളർ പിടിച്ച് വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ. നമ്മളിത് കറിക്ക് ഇവിടെ വിരവി വെച്ചേക്കാണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കും. കുറച്ച് എണ്ണയിൽ നമ്മൾ പൊരിച്ചിട്ടാണ് നമ്മളിത് കറി വെക്കുന്നത്. നല്ല കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇതിലും ഇതുപോലെ നമ്മൾ തൈര്, മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി,
എല്ലാം ചേർത്തിട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയാണ് നമ്മളിതിൽ ചേർക്കാനുള്ളത്. ഇഞ്ചിയും കൂടെ ചേർത്താ നമ്മളെ സാധനം ചേർക്കാനുണ്ട്. റെഡിയായി. നമ്മൾ കറിക്കാണ്, ഇത് നമ്മൾ പൊരിക്കാനാണ് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി മക്കൾ പറഞ്ഞു. അപ്പം ഗൈസ് മല്ലിയില നന്നായിട്ട് നമ്മളിട്ട് അടുത്ത് ഇഞ്ചിയും കൂടെ ഇട്ടാൽ നമ്മളെ സെറ്റ് സാധനം ഇപ്പം റെഡി ആയിട്ട് വരും ഗൈസ്. കാപ്പി കുടിക്കാൻ പറഞ്ഞല്ലോ. എല്ലാവരും പറ. നാളെ നമ്മള് അടിച്ചു പൊളിക്കും. പള്ളിയിൽ പോവും. എല്ലാം പറ. എല്ലാം പള്ളിയിൽ പോയി എല്ലാരും വിളിക്കും. അങ്ങനെ നമ്മളെ വീട്ടിലല്ലേ പെരുന്നാള്. കൂട്ടുകാരെയൊക്കെ വിളിക്കും മക്കളെ. കൂട്ടുകാരെയൊക്കെ വിളിക്കും. ഇതൊക്കെ ചെറിയ പെരുന്നാളിനൊക്കെ വിളിച്ചോണ്ട് വന്നല്ലോ. എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഓക്കെ പറഞ്ഞു പോയി. കാണിച്ചാടി എല്ലാം ഞാൻ കാണിച്ച്. നമ്മൾ ഈ കറിക്ക് വേണ്ടിയാണ് ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഉള്ളി, ചെറിയ ഉള്ളി, സവാള, മല്ലിയില അരിയാണ്ട്, വെളുത്തുള്ളി, ഇനി പച്ചമുളക് കൂടെ അരിയാനുണ്ട്. 2 സാധനം. എൻ്റെ ഉമ്മി അരിഞ്ഞ് ഉച്ചയ്ക്ക് നോക്കില്ലാണ്ട് ഇതായിരിക്കുന്നത്. പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. നമ്മളെ മസാല ഇപ്പോഴാണ് പൊടിച്ചത്. ഞാൻ ചേണയിലോട്ടാണ് കാണിക്കുന്നത്. ഇല്ല ശരി മക്കളെ, ഓക്കെ പറഞ്ഞു പോയി. ബാക്കി നാളെ എന്ന് പറഞ്ഞു. നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും വരണം നമ്മളെ പെരുന്നാളിന്. ഓക്കെ പറഞ്ഞു പോയി. ഓക്കെ ഓക്കെ കട്ട് ചെയ്യും.